വെൽക്കം ടു കലവറ. ഇന്നൊരു പ്ലം കേക്ക് ചെയ്യാം. ക്രിസ്മസ് അല്ലേ വരുന്നത്. ഫ്രൂട്ട് സോക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലെങ്കിൽ അത് കാണാൻ മറക്കരുത്. ഈ വീഡിയോയ്ക്ക് അത് വേണ്ടി വരും. നമുക്കിനി ചെയ്യാൻ തുടങ്ങാം. ഇനി ഓരോന്നോരോന്ന് നമുക്ക് ചെയ്തു വയ്ക്കാം. ആദ്യം പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യാം. സ്റ്റൗ ഓണാക്കാം. അരക്കപ്പ് പഞ്ചസാര ലോ ഫ്ലെയിമിലിട്ട് ചെയ്യണേ. പഞ്ചസാര ഉരുകി തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാര എല്ലാം ഉരുകി ഒരു ലൈറ്റായിട്ടുള്ള ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ ഡാർക്ക് കളറായിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ പതച്ച് വന്ന് നല്ല പതയായിട്ടുണ്ട്. ഇപ്പം ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് 1/4 കപ്പ് ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കണം. സൂക്ഷിച്ച് വേണം ഒഴിക്കേണ്ടത്, അത് തെറിക്കും. വെള്ളം ആദ്യം കുറച്ചൊഴിക്കുക. ഒറ്റ ഇതിനങ്ങ് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചാൽ മതി. സൂക്ഷിക്കണം കയ്യിൽ ആവി അടിക്കുക. ഇനി സ്റ്റൗ ഓണാക്കി 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. തിളച്ച് സ്റ്റൗവിൽ നിന്ന് എടുക്കുമ്പോൾ 4 കപ്പ് വേണം കാരമൽ സിറപ്പ്. സ്റ്റൗ ഇനി ഓഫ് ചെയ്യാം. ഇനി പാത്രത്തിലിരുന്ന് പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഇത് കുറച്ചുകൂടെ പോകും. പ്ലം കേക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്ന 1/2 കപ്പ് മാവാണ്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടെ ചേർന്നുള്ള മസാല ഫ്രൂട്ട് മിക്സിങ്ങിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ചേർക്കുന്നില്ല. അതല്ലെങ്കിൽ ഇതിനോടൊപ്പം ചേർക്കേണ്ടതാണത്. മാവ് മിക്സ് ചെയ്ത് വെച്ച് ഒന്ന് അരിച്ചെടുക്കാം. മാവിനി അങ്ങോട്ട് നീക്കി വയ്ക്കാം. ഇനി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എടുക്കാം. 2 ആഴ്ച മുമ്പ് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട് മിക്സിങ്ങിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കഴിഞ്ഞ ആഴ്ച മിക്സ് ചെയ്ത് വെച്ചിരുന്നതിൽ നിന്ന് 1 കപ്പ് ഫ്രൂട്ട്സ്. ഇത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സിൻ്റെ ബാക്കിയാണ്. ഇതിൽ നിന്ന് 1/2 കപ്പ് ഇതിൽ ചേർക്കാം. ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത സമയത്ത് ഞാൻ നട്ട്സ് ചേർത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ 1/2 കപ്പ് നട്ട്സ് ചെറുതായിട്ട് മുറിച്ച് ചേർക്കാം. ഫ്രൂട്ട്സ് സോക്ക് ചെയ്തത് 1/2 കപ്പ്, നട്ട്സ് 1/2 കപ്പ്, അങ്ങനെ ടോട്ടൽ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഫ്രൂട്ട്സിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന മൈദാമാവിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാവ് ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് ഫ്രൂട്ട്സ് എല്ലാം കൂടെ മാവിൻ്റെ അടിയിൽ പോയി കൂടി കിടക്കാതിരിക്കാൻ വേണ്ടിയാണ്. 1 സ്പൂണും കൂടി ഇടാം. ഇത് മാറ്റി വയ്ക്കാം. ഇനി കേക്കിന് വേണ്ടുന്ന മിക്സ് തയ്യാറാക്കാം. ഇതിനുവേണ്ടി എടുത്തിരിക്കുന്നത് 200 ഗ്രാം ബട്ടറാണ്. നേരത്തെയുള്ള കേക്കിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലൊന്നും ഒരല്പം പോലും വെള്ളം ഉണ്ടാവരുത്. അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന സാധനങ്ങൾ അത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. മുട്ടയായാലും ബട്ടറായാലും. നമുക്ക് ആദ്യം ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/4 കപ്പ് ബ്രൗൺ ഷുഗർ പൊടിച്ചത്, ഇടയ്ക്ക് സ്പാച്ചുല ഉണ്ട്, സൈഡ് ഒന്ന് നീക്കിയിട്ട് കൊടുക്കണേ. ഇനി ഇതിലേക്ക് ഓരോ മുട്ട ഒഴിച്ച് ബീറ്റ് ചെയ്യാം. ടോട്ടൽ 3 മുട്ടയാണ് നമ്മൾ ചേർത്തത്. 1 ടീസ്പൂൺ വാനില എസൻസ്, ഇനി മാവ് കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്യാം. ഇനി പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർക്കാം. ഇനി സ്പാച്ചുല ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഓറഞ്ചിന്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് 2 ടീസ്പൂൺ, നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ്, ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ്, ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിക്കാം. കേക്ക് ടിന്നിന്റെ താഴ്ഭാഗത്തും ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്, അതുപോലെ സൈഡിലും വെട്ടിയിട്ടിട്ടുണ്ട്. അതിലെല്ലാം ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട്. സാധാരണ കേക്ക് ടിൻ തയ്യാറാക്കുമ്പോൾ താഴ്ഭാഗത്ത് മാത്രമാണ് ബട്ടർ പേപ്പർ വെട്ടിയിടുന്നത്, ഇത് സൈഡിലും ഇട്ടിട്ടുണ്ട്. ബട്ടർ പേപ്പർ ചുറ്റിലും ഇട്ടിരിക്കുന്നത് ഒരുപാട് നേരം നമ്മൾ ബേക്ക് ചെയ്യുന്നില്ലേ, അപ്പോൾ കൂടുതൽ നേരം ചൂടിലിരിക്കുന്നത് കൊണ്ടാണ്. നടുഭാഗത്ത് മാവ് പൊങ്ങിയിരിക്കുന്നത് സൈഡിലേക്ക് ആക്കി കൊടുക്കുക. നട്ട്സ് കുറച്ചുകൂടെ അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ തട്ടി കൊടുക്കണം, അതിനകത്ത് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ്. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യണം. 160 ഡിഗ്രിയിൽ 1 മണിക്കൂർ ബേക്ക് ചെയ്യണം. ഓരോ ഓവൻ്റെയും ബേക്കിംഗ് ടൈം വ്യത്യസ്തമായിരിക്കും. നമ്മുടെ പ്ലം കേക്ക് നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗമാണിത്, നല്ല സോഫ്റ്റാണ്. കേക്ക് വയൻ കൊണ്ട് ബ്രഷ് ചെയ്ത് വൃത്തിയുള്ള ഒരു തുണിയിൽ വയൻ കുടഞ്ഞ്
കേക്ക് പൊതിഞ്ഞ് വെക്കണം. ആഴ്ചയിൽ 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ 6 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. കേക്ക് നല്ല സോഫ്റ്റാണ്, നല്ല മോയിസ്റ്റാണ്. ഈ കേക്ക് ഇരിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടും. ഈ കേക്കിൽ ഒരുപാട് ഫ്രൂട്ട്സ് ചേർത്തിരിക്കുന്നതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ അത് ഇളകി വീഴുന്നുണ്ട്. ഇതിൻ്റെ വെയിറ്റ് 1 കിലോ 200 ഗ്രാമിനടുത്തുണ്ട്. ഈ ക്രിസ്മസിന് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.